ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി രവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് 3-4 ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 85 ജരാസന്ധവധം രാജസൂയം ശ്ലോകം 3. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതപാംഗസംവർദ്ധിതൈ ശ്രിയം നിരുപമാം വഹന്നഹഃ ഭക്തദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. അശേഷ ദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർ മഹീം ഭവത് അപാംഗ സംവർദ്ധിതൈ ശ്രിയം നിരുപമാം വഹൻ അഹഃ ഭക്തദാസായിതം ഭവന്തം അയി മാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. അർത്ഥം: അയി അല്ലയോ ദേവ, ത്വയി അവിടുന്ന്, അശേഷദയിതായുതേ എല്ലാ ഭാര്യമാരോടും കൂടി, സമാഗതേ എത്തിച്ചേർന്നപ്പോൾ, ധർമ്മജ ധർമ്മപുത്രൻ, ഭവതപാംഗ സംവർദ്ധിതൈ അവിടുത്തെ കടക്കണ്ണോട്ടത്താൽ ശക്തി വർദ്ധിച്ചവരായ, സഹജൈ അനുജന്മാരെ കൊണ്ട്, മഹീം ഭൂമിയെ, വിജിത്യ വിജയിച്ചിട്ട്, നിരുപമാം സാദൃശ്യമില്ലാത്ത, ശ്രിയം ഐശ്വര്യം, വഹൻ നേടിയവനായി, ഭക്തദാസായിതം ഭക്തന്മാരുടെ ദാസനായിരിക്കുന്ന, ഭവന്തം അങ്ങയെ, സ ഭീമാർജുനം ഭീമാർജുനന്മാരോടുകൂടി, മാഗധേ മഗധ രാജാവായ ജരാസന്ധൻ്റെ നേർക്ക്, പ്രഹിതവാൻ അയച്ചു, അഹഹ ആശ്ചര്യം തന്നെ. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. വിജിത്യ സഹജൈർ മഹീം ചേർത്ത് ചൊല്ലുമ്പോൾ സഹജൈർമഹീം 2 മാന്നുണ്ട്. ഭവത് അപാംഗ സംവർദ്ധിതൈ അവിടെ വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ ഭവതപാംഗ സംവർദ്ധിതൈ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ വർദ്ധിതൈ എന്നുള്ളതിൻ്റെ ധി നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ശ്രിയം നിരുപമാം വഹൻ അഹഹ ചേർത്ത് ചൊല്ലുമ്പോൾ വഹന്നഹഹ ഭക്തദാസായിതം, ഭക്ത എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭവന്തം ഐ ചേർത്തിട്ട് ഭവന്തമയി, ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. മാഗധേ, ധേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രഹിതവാൻ സ ഭീമാർജുനം, ഭീമാർജുനം ഭീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അർജുനം എന്നുള്ളത് 2 ജ എന്നാണ്, അർജുനം. അശേഷദയിതായുതേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹീം ഭവതപാംഗ സംവർദ്ധിതൈ ശ്രിയം നിരുപമാം വഹന്നഹഃ ഭക്തദാസായിതം ഭവന്തമയിമാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഗിരിവ്രജപുരം ഗതാസ്തദനുദേവ യൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം അപൂർണസുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹജിഷ്ണുനാ ത്വമപി രാജയുധ്വാ സ്ഥിതഃ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഗിരിവ്രജപുരം ഗതാസ്തദനു
ദേവ യൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജം ഇഷേണ തം മാഗധം അപൂർണ സുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുധ്വാ സ്ഥിതഃ. അർത്ഥം: ദേവ അല്ലയോ ദേവ, തദനു അനന്തരം, യൂയം നിങ്ങൾ, ത്രയ മൂന്ന് ആളുകളും, ദ്വിജമിഷേണ ബ്രാഹ്മണർ എന്ന വ്യാജേന, ഗിരിവ്രജപുരം ഗിരിവ്രജം എന്ന നഗരത്തെ, ഗതാ പ്രാപിച്ചിട്ട്, തം ആ മാഗധം മഗധരാജാവായ ജരാസന്ധനെ, സമരോത്സവം യുദ്ധോത്സവത്തെ, യയാച യാചിച്ചു, അപൂർണ സുകൃതം പുണ്യം പൂർണ്ണമാകാത്ത, അമും തു ഈ ജരാസന്ധനെ, പവനജേന ഭീമസേനനോട്, സംഗ്രാമയൻ യുദ്ധം ചെയ്യിച്ചിട്ട്, ത്വം അപി അങ്ങും, ജിഷ്ണുനാ സഹ അർജുനനോടുകൂടി, രാജയുധ്വ രാജാക്കന്മാരെ യുദ്ധം ചെയ്യിക്കുന്നവനായി, നിരീക്ഷ്യ കണ്ടിട്ട്, സ്ഥിത നിലകൊണ്ടു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഗിരിവ്രജപുരം, ഗതാ, സ്തദനു, ദേവ, അവിടെ മെല്ലെ നിന്ന് നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. യൂയം, ത്രയോ, യയാച, സമരോത്സവം, ദ്വിജം, ഇഷേണ, തം, മാഗധം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അപൂർണ സുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ, ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സഹ ജിഷ്ണുന ത്വം അപി ചേർത്തിട്ട് ത്വം അപി രാജയുധ്വ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. രാജയുധ്വ സ്ഥിത, അവിടെ ലാസ്റ്റിൽ വിസർഗം, സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഗിരിവ്രജപുരം ഗതാസ്തദനു ദേവ യൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജമിഷേണ തം മാഗധം അപൂർണ സുകൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുധ്വാ സ്ഥിതഃ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.